ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് പണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണല്ലേ പണം. അപ്പോൾ ഈ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ മണി ഫോർഗീവ്നെസ് തെറാപ്പി. എന്താണ് മണി ഫോർഗീവ്നെസ് തെറാപ്പി നമുക്ക് നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് പണം സംബന്ധിച്ചിട്ടുള്ള പണത്തോടുള്ള ഒരു ക്ഷമ ചോദിക്കൽ എന്ന് പറയും. അപ്പോൾ വിചാരിക്കും പണത്തിനോടൊക്കെ എന്തിനായി ക്ഷമ ചോദിക്കുന്നതെന്നല്ലേ. അപ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ പണത്തിനോട് നമ്മൾ ക്ഷമ ചോദിക്കുക എന്ന് പറയും നമ്മുടെ ലൈഫിൽ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പണവുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വേദന ഉണ്ടാവും, പിന്നെ കുറ്റബോധം, പേടി, നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് വിശ്വാസങ്ങൾ എന്നിവയൊക്കെ വിട്ട് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മാനസിക ആത്മീയ പ്രാക്ടീസാണ് മണി ഫോർഗീവ്നെസ് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഇമോഷണൽ ഹീലിംഗ്, മാനിഫെസ്റ്റേഷൻ മേഖലയിലാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിലുള്ള ഈ വേദനയൊക്കെ, ഈ മണി സംബന്ധമായിട്ടുള്ള വേദനയെ ഹീല് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വരും എന്നാണ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ നിയമം പറയുന്നത് അതാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, പണം മാത്രമല്ല, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. നല്ലത് ചിന്തിച്ചാൽ നമ്മളിലേക്ക് നല്ലതും, നെഗറ്റീവാണ് ചിന്തിക്കുന്നത് എങ്കിൽ നെഗറ്റീവായിരിക്കും നമ്മളിലേക്ക് വരിക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തെറാപ്പി എന്താണ്, ഇതെങ്ങനെ നമുക്ക് ചെയ്യാം, എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് മണിയെ അട്രാക്റ്റ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് നോക്കാം അല്ലേ, എന്താണെന്നുള്ളത്. അപ്പോൾ പലർക്കും പണവുമായിട്ട് അവരുടെ ഉള്ളിൽ പല പല ചിന്തകളുണ്ടാവും അല്ലേ. എനിക്ക് പണം നിലനിൽക്കുന്നില്ല, പണത്തിന് ഞാൻ അർഹനല്ല, പണം വന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, പിന്നെ ഞാൻ തെറ്റായിട്ടാണ് പണം ചിലവാക്കുന്നത്, അങ്ങനെയൊക്കെ പല ചിന്തകളും പലരുടെ ഉള്ളിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരം ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിങ്ങനെ സ്റ്റോർ ആവും, അതിങ്ങനെ കിടക്കും. അത് നമ്മുടെ ജീവിതത്തിൽ മണി ബ്ലോക്സ് കൊണ്ടുവരും എന്നാണ് പറയുന്നതല്ല, അങ്ങനെ ഉണ്ടാവും. അപ്പം അതുപോലെ അങ്ങനെയൊക്കെ ചിന്തകൾ വന്ന് നമ്മുടെ മണി ബ്ലോക്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിലേക്ക് പണം വരാണ്ടാവും. നമ്മൾ എത്ര ശ്രമിച്ചാലും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ പണം വരുന്നുണ്ടാവും, നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് പണം നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അത് പോയ വഴി പോലും അറിയില്ല. നമ്മൾ പറയില്ലേ, കയ്യിൽ കിട്ടി ഇത് അപ്പം തന്നെ തീർന്നു, ഇത് എതിൽ പോയി നമ്മൾക്ക് അറിയേയില്ല എന്ന് നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ അതിന് കാരണം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തെറാപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു തെറാപ്പി നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുമ്പ് നമ്മൾ പണത്തോടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളുണ്ടാവില്ല, പഴയ വേദനകൾ, അതൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്യണം. അതായത് അതിനൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു പണം നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും തരാനുള്ള ഒരു പൈസ ഉണ്ടാവും, ഒരുപാട് നമ്മൾ ചോദിച്ച് ചിലപ്പോൾ നമുക്ക് കിട്ടാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പോൾ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത പൈസ നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താക്കും എന്ന് വെച്ചാൽ ആ ഒരു പൈസ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. അപ്പോൾ മണി ബ്ലോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരു പണവും വരത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് ഫോർഗീവ് തെറാപ്പി എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്താൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ, അതെന്താണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ.
അപ്പോൾ നമുക്കിനി ഈ മണി ഫോർഗീവ്നെസ് തെറാപ്പി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക അല്ലേ, ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പഴയ ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് ഇല്ലേ, അതിനോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അതായത് നമ്മളെ വഞ്ചിച്ചവർ, പണം നമ്മൾ ആരോടെങ്കിലും പൈസയൊക്കെ ചോദിച്ച് ഉള്ളവർ ആണ് പറയും, ചിലപ്പോൾ നമ്മളോട് പറയും ഇല്ല എൻ്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് വിഷമം വരുമല്ലേ. അങ്ങനെയുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അവരോട് നമ്മൾ ക്ഷമിക്കണം, അത് നമുക്ക് സാധിക്കും. പിന്നെ പണത്തിനോടുള്ള നെഗറ്റീവ് ഇമോഷൻ റിലീസ് ചെയ്യാൻ പറ്റും നമുക്ക്. പോസിറ്റീവ് മണി ഫ്ലോ ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് ഈ മണി ഫോർഗീവ്നെസ് തെറാപ്പി ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നുകിൽ രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളിത് ചെയ്യുക. ഒരു കണ്ണടച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് ചെയ്യണം. ഒരു സ്ഥലത്ത് ശാന്തമായിട്ട് ഇരിക്കുക, കണ്ണടച്ച് 10 മിനിറ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പണവുമായിട്ട് ബന്ധപ്പെട്ട ഓരോർമ്മകൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കുക. ഒന്നുകിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഒരു പണമായിരിക്കാം, അല്ലെ നമുക്ക് എന്തെങ്കിലും ചതിക്കപ്പെട്ട എന്തെങ്കിലും അനുഭവം, അത് ഈ പണവുമായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ റിഗ്രറ്റുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. അങ്ങനത്തെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകിൽ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ ഒച്ചത്തിൽ പറയുക. ഇങ്ങനെ നിങ്ങൾ പറയണം. അത് മണിയോടാണ് പറയുന്നത്, പണത്തിനോടാണ് പറയുന്നത് നമ്മൾ കേട്ടോ. പണമേ, ഞാൻ നിന്നെ തെറ്റായി ഉപയോഗിച്ച എല്ലാ സമയങ്ങൾക്കും ക്ഷമിക്കണം. നീ എനിക്ക് മാപ്പ് തരണം. ദയവായി എന്നോട് ക്ഷമിക്കൂ. എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടായതിനും ഇപ്പോൾ ഉള്ളതിനും നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് നിങ്ങൾ പണത്തിനോടാണ് പറയുന്നത്. ഇനി നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ വേദനിപ്പിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയേണ്ടത്. എന്നെ സാമ്പത്തികമായി വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. എൻ്റെ എല്ലാ വേദനയും ദേഷ്യവും ഞാൻ വിടുന്നു. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാർക്ക് ആരാണോ അവരെ മനസ്സിൽ കാണുക, എന്നിട്ട് അവരോട് നിങ്ങളിത് പറയുക. അത് നല്ല നല്ല ഉള്ളിൽ നല്ല ഫീലിങ്ങോട് കൂടി വേണം നമ്മളിത് പറയാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കിതിനെ പണത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സക്സസ് ആവണമെങ്കിൽ ഇത് നല്ല ഫീൽ ചെയ്ത് നിങ്ങൾ പറയണം കേട്ടോ. ഇനി പിന്നെ പറയേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ സ്വയം സെൽഫായിട്ട് നമ്മൾ പറയണം. പണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം. പിന്നെ പറയേണ്ടത്, ജനിച്ച അന്ന് മുതൽ ഇന്ന് വരേക്കും എനിക്ക് നൽകിയ എല്ലാ പണത്തിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഇത്രയും പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ ഫീൽ ചെയ്ത് പറയണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഫീൽ ചെയ്ത് പറയണം. അതാണ് റിയലായിട്ടുള്ള ഹീലിംഗ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മളെ ഉള്ളിലുള്ള ആ വേദന പോകുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് പോകുള്ളൂ. അത് രാവിലെ അല്ലെങ്കിൽ രാത്രി പറഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും. അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ടൈമിലൊന്നും പറയരുത്. ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ പാടെ പറയുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളിത് ചെയ്യുക. ഓക്കെ. പിന്നെ ഇത് അത്രയും നല്ല ഫീലായിട്ട് പറയണം. ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ
21 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പറയണം, അല്ലെങ്കിൽ ഒരു മാസം. എന്തായാലും ഒരു 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഡെയിലി ചെയ്യുക, കൺസിസ്റ്റൻസിയാണ് പ്രധാനം. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനുള്ള എന്തായാലും ഇത് റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നാളെ വരാം. എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നന്ദി, നമസ്കാരം.